ഹലോ, ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. ഈ കൊട്ടാരത്തിന് 270 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷ്ണപുരം കൊട്ടാരത്തിനെ കുറിച്ചിട്ടാണ്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 35 രൂപയാണ് വരുന്നത്. പിന്നെ കുറച്ച് കൂടുതലായിട്ട് തോന്നിയത് നമ്മുടെ ക്യാമറയുടെ ചാർജാണ്. ഇതിന് 200 രൂപയാണ് ഈടാക്കുന്നത്. പിന്നെ നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപ അടയ്ക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഈ കാണുന്ന പടിപ്പുരയിലൂടെ കടന്നു വേണം കേട്ടോ നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ 1 വരെയും 2 മുതൽ 4 വരെയുമാണ്. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് കേട്ടോ. ഈ പടിപ്പുരയുടെ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ വിശാലമായ ഒരു പൂന്തോട്ടമാണ് കേട്ടോ കാണുന്നത്. കരിങ്കല്ല് ഭാഗം ഈ വഴിയിലൂടെ നടന്നു വേണം നമുക്ക് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അകത്തേക്ക് കയറുമ്പോഴുള്ള ഈ കാഴ്ചകളൊക്കെ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ടിനും മറ്റുമൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പടിപ്പുരയും കിടന്ന് നമ്മളത് അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമുക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അകത്തേക്ക് കിടക്കുമ്പോൾ ഒരു ചെറിയ പൂമുഖമുണ്ട്. അനിലിയിലും തേക്കിലും തീർത്ത വാതിലുകൾ, കോണിപ്പടികൾ, കിളിവാതിലുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണാം. ഓച്ചിറ കായംകുളം ദേശീയപാതയിൽ കൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഈ കൊട്ടാരം. 4 നടുമുറ്റങ്ങളോട് കൂടിയ 16 കെട്ടാണിത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ തലസ്ഥാനമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ ഉടവാളാണ്. ഈ ഗാലറിയിൽ ദേവീദേവന്മാരുടെ ചെറിയ വിഗ്രഹങ്ങൾ, പീഠങ്ങളും പ്രഭയും മറ്റുമൊക്കെയാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പുരാവസ്തുക്കളുടെ ശേഖരമാണ് ഇവിടെ ഉള്ളത്. അടുത്തതായി സ്മാരകശിലകളും മറ്റും വെച്ചിട്ടുള്ള ഗാലറിയാണ്. നടുക്കല്ല്, തൊപ്പിക്കല്ല്, കുടക്കല്ലുകൾ, കല്ലുവൃത്തങ്ങൾ, നന്തങ്ങാടി എന്നീ മഹാശിലയുഗ സ്മാരകങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് പണ്ടുകാലത്ത് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മഞ്ചലാണ്.
കേരളത്തിൽ പുരാതന ലിപികളെക്കുറിച്ചുള്ള പഠനം ആദ്യമായി പ്രോത്സാഹിപ്പിച്ചത് മഹാരാജാവ് വിശാഖം തിരുനാളാണ്. കൊട്ടാരത്തിലെ തേവാരപ്പുലയുടെ സമീപത്തുള്ള ഭിത്തിയിൽ കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ഒറ്റ പാനൽ ചുവർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രീകരിച്ചിരിക്കുന്നു. പൂർണ്ണമായും പ്രകൃതിയിൽ നിന്നും ലഭ്യമായ ഛായക്കൂട്ടുകളാണ് ഈ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീമഹാഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗജേന്ദ്രമോക്ഷം കഥയാണ് തേവരപ്പുരയിൽ വരച്ചിരിക്കുന്ന ഈ ചുമർ ചിത്രത്തിലെ ഇതിവൃത്തം. ഇന്നവരെ കണ്ടെത്തിയിട്ടുള്ള ചുമർ ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചുമർ ചിത്രത്തിന് 154 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നതാണ് തേവാരപ്പുര. പക്ഷേ ഇപ്പോൾ ആ വഴി അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. പണ്ട് കാലത്ത് ഓടനാട് ഇടനായിരുന്നു എനിക്ക് കായംകുളം പശുവിനെ ഓടനാട്ട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു ഈ കൊട്ടാരം. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു. കായംകുളം രാജാക്കന്മാരുടെ കോട്ടത്താവളങ്ങൾ ഇടിച്ചു നിരത്തി 1729-നും 1758-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന കൊട്ടാരത്തിന്റെ ആദ്യ രൂപം പണികഴിപ്പിച്ചു. രാമയ്യൻ ദളവയ്ക്കായിരുന്നു നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല. പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ കൊട്ടാരം പുതുക്കിപ്പണിതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയില്ല. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു പോന്നു. ആഞ്ഞിലയിലും തേക്കിലും തീർത്ത വാതിലുകൾ, കോണിപ്പടികൾ, കിളിവാതിലുകൾ, നീണ്ടതും ഇടുങ്ങിയതുമായ ഇടനാഴികൾ, 22 മുറികൾ എന്നിവയുൾപ്പെടുന്നതാണ് ഈ കൊട്ടാരം. നീരാഴിക്കെട്ട്, നെല്ലറ, മടപ്പള്ളി, അടുക്കള, കുളം, കിണർ എന്നിവയാണ് താഴത്തെ നിലയിൽ. ദർബാർ ഹാൾ, നൃത്തമണ്ഡപം, ശുചിമുറിയുള്ള ഒരു കിടപ്പുമുറി എന്നിവയാണ് മുകളിലത്തെ നിലയിൽ. 2 നിലകളിലായാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ നാണയ ആയുധ ഗാലറികളാണ്. താഴത്തെ നിലയിൽ ശില്പങ്ങളും മറ്റ് പുരാവസ്തുക്കളും. പഴയ കാലത്ത് ഉണ്ടായിരുന്ന കുറേയധികം പാത്രങ്ങൾ, കുറേയധികം അടുപ്പുകളിൽ നമ്മൾ അരയ്ക്കാനും ആട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്ന അമ്മിക്കല്ല്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അതിനോട് കൂടെ ചേർന്ന് തന്നെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കിണർ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. അതും ഈ അടുക്കളയോട് ചേർന്ന് തന്നെയാണുള്ളത്.
കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ വിശാലമായ ഹാളുകളിൽ നാണയശേഖരവും പുരാതനമായ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാണയങ്ങളിൽ ഒരു വിഭാഗം ഓച്ചിറ നിധിയിൽ നിന്നും കണ്ടെടുത്ത ബ്രിട്ടീഷ് വെള്ളി നാണയങ്ങളാണ്. ഓച്ചിറ വവ്വാക്കാവിന് സമീപത്തെ ഒരു സ്വകാര്യ വസ്തുവിൽ മണ്ണ് നീക്കിയപ്പോൾ കിട്ടിയ നിധികുംഭമാണ് ഓച്ചിറ നിധിയെന്ന് അറിയപ്പെടുന്നത്. നിധി കിട്ടിയവർ ആദ്യം ഒരു കള്ളഷാപ്പിലാണത്രേ പോയത്. അവിടെ വെച്ചുണ്ടായ തർക്കമാണ് നിധിയെക്കുറിച്ച് പുറം ലോകം അറിയാൻ കാരണം. വൈകാതെ പോലീസും റവന്യൂ വകുപ്പും ഒക്കെ എത്തി നിധി സർക്കാരിലേക്ക് മുതൽക്കൂട്ടി. 2000-ലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. 1856 പുറത്തിറക്കിയ ബ്രിട്ടീഷ് വെള്ളി നാണയങ്ങളിൽ വിക്ടോറിയ രാജ്ഞി, കിങ് ജോർജ് എന്നിവരുൾപ്പെടെയുള്ള ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒരു ചക്രത്തിൻ്റെ രാശിപ്പണമാണിത്. 2872 ചക്രമാണ് അന്നത്തെ 1 രൂപ. സാധാരണക്കാരന് അന്ന് അരച്ചക്രമേ ഉപയോഗിക്കാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. റവന്യൂ വകുപ്പിന് നിധികുംഭത്തിൽ നിന്ന് കിട്ടിയത് 500 നാണയങ്ങൾ മാത്രമാണ്. റോം ബ്രിട്ടീഷ് നാണയങ്ങളുടെ വിപുലമായ ഒരു ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. ആയുധ ഗാലറിയിൽ വിവിധതരം ആയുധങ്ങൾ, കൈവിലങ്ങുകൾ, പീരങ്കിയുണ്ടകൾ, പഴയകാല തോക്കുകൾ എന്നിവയാണുള്ളത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാളിൻ്റെ വെള്ളിവാൾ പ്രാധാന്യത്തോടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിവാൾ കൈമാറിയത് ഇപ്പോഴത്തെ തിരുവിതാംകൂർ രാജകുടുംബമാണ്. ആയുധ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു പരിച വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന രാജാ കേശവദാസിൻ്റേതാണ്. തോലുകൊണ്ടാണ് ഈ പരിച നിർമ്മിച്ചിരിക്കുന്നത്. ഇരുതല മൂർച്ചയുള്ള കായംകുളം വാൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. കായംകുളം വാൾ മ്യൂസിയത്തിലെ ഒരു പ്രധാന പ്രദർശനമാണ്. അതിൻ്റെ ഇരുവശങ്ങളും മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു ആയോധന കലകളെക്കാളും അപകടകരമായ ആയുധമാണിത്. 18-ാം നൂറ്റാണ്ടിൽ കായംകുളം രാജാക്കന്മാർ ഇത് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. കൊട്ടാര സമുച്ചയം ആദ്യം 56 ഹെക്ടർ വിസ്തൃതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാലക്രമേണ രാജഭരണം അവസാനിച്ചതോടെ കൊട്ടാരം പൂർണ്ണമായും അവഗണിക്കപ്പെടുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തു. മഹാരാജാവിൻ്റെ പ്രധാന കൊട്ടാരത്തിന് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളും നശിക്കുകയും ചെയ്തു. കൊട്ടാര സമുച്ചയം 10 അടി ഉയരമുള്ള കോമ്പൗണ്ട് മതിലിനുള്ളിൽ 1.03 ഹെക്ടറായി ചുരുങ്ങി. ഇടിഞ്ഞു വീണ പ്രധാന കൊട്ടാരം 1950-ൽ കേരള പുരാവസ്തു വകുപ്പ് 2 നില സ്മാരകമായി നിർമ്മിച്ചു. മറ്റ് സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അപൂർവ ശിലേഖകളും
പുരാവസ്തുക്കളും തിരികെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ കൊട്ടാരം ഒരു മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. പൂന്തോട്ടത്തിന് നടുവിലാണ് ശംഖുമുദ്രയുള്ള പഴയ അഞ്ചല് പെട്ടി. ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന കാസ്റ്റ് അയൺ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാസ്റ്റ് അയണിലുള്ള ഇത്തരം 150 അഞ്ചൽ പെട്ടികൾ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കണ്ടെത്തിയ 4 ബുദ്ധപ്രതിമകൾ ഓടനാട്ടിൽ ബുദ്ധമതത്തിന്റെ പ്രചാരത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കേരളത്തിലെ ബുദ്ധമത വിരുദ്ധ പ്രചാരണ സമയത്ത് ഇവ വയലുകളിലും കുളങ്ങളിലും എറിഞ്ഞിരുന്നു. മഴയൂർ കുളങ്ങരയിലെ പുത്തൻകുളത്തിൽ നിന്നാണ് വിഗ്രഹം കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു. ഒരു പാറകഷ്ണത്തിൽ നിന്ന് കൊത്തിയെടുത്ത ഈ വിഗ്രഹം ആദ്യം കരുനാഗപ്പള്ളി പട്ടണത്തിൽ സ്ഥാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ വളപ്പിൽ ഇത് പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ടാറ്റാ.